ഞങ്ങളൊരു പ്ലാനുമായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് ചെറിയ പിക്കിങ്ങിനുള്ള. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം അവിടെ 1 മണിക്കൂറായിട്ട് പോസ്റ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, കുറേ ആയി അവൾ പുറപ്പെട്ടിട്ട്. അവളിപ്പോൾ എത്തും എന്നാ പറയുന്നത്. ഇപ്പം ശരിക്കും ഇപ്പം എത്തും. അപ്പം എല്ലാവരും പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വെച്ച് ഞങ്ങളുടെ പോയിട്ട് വരാം. അങ്ങനെയും കൂടി കാണിച്ചു തരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പം അടിപൊളിയാന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനിവേ നിങ്ങളും കൂടി ക്ഷമിക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒറാനിയംബർഗ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. നല്ല രസമാണ് വരുന്ന സൈഡും. ഇത് കൂടുതലൊരു ഗ്രാമപ്രദേശം, കൂടുതൽ വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള നല്ല ഫാമുകളും കൂടുതലായിരുന്നു. ഞങ്ങൾ കുറച്ചുകൂടെ സിറ്റി സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിക്കും. ബെറ്റർ അല്ലെങ്കിലും ഞങ്ങൾ ഈ വീഡിയോ ഇടും കേട്ടോ. യെസ്, ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. നിങ്ങൾ ഫോട്ടോസിലൊക്കെ അങ്ങനെയൊക്കെയാണ് കണ്ടത്. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരണം തോന്നി. എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ്, എത്ര റേറ്റ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരും. പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ പോസ്റ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ 1 മണിക്ക് എത്തിയത്. അപ്പം 3 മണിയായി. ഞങ്ങൾ 2 മണിക്കൂർ ഇവിടെ തിരി നടന്ന് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്ത് പോയിട്ട് ഹെയർ മാസ്ക് ഒക്കെ വാങ്ങി അങ്ങനെ ചുമ്മാ ഞങ്ങൾ അങ്ങനെയൊക്കെ സമയം കളയേണ്ടി വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഡോണർ കഴിച്ചു. യെസ്, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ഡോണർ. നമ്മുടെ ജർമ്മനിയിലെ പോലെ ഷവർമയുടെ വേറൊരു വർഷം. പക്ഷെ അത്യാവശ്യം ഭയങ്കര ഫീലിംഗ് ആണ് കേട്ടോ. 1-2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം അത് എന്തായാലും നിങ്ങളെ കാണിച്ചു തരും ഞങ്ങൾ വേറൊരു വീഡിയോയിൽ. ഓക്കെ, അപ്പം ഞങ്ങൾ അവളെ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കണം ഗൈസ്. ഓക്കെ, എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള 1/2 മണിക്കൂറായിട്ട് പറയുന്നുണ്ട്. എവിടെ അതോ ഇല്ല. അവൾ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, 2000 years later. ഇതാണ് ഗൈസ് ദോഷ്ബാന്റെ പ്രശ്നം. എന്റെ പതൊക്കെ ട്രെയിനൊന്നും ഓടുന്നില്ല. ഇതാണ് ഗൈസ് വരത്. ഞങ്ങൾക്ക് 3 മണിക്കൂർ പോസ്റ്റ് ആണ് കുട്ടി. എന്ത് ചെയ്യാനാണ്? RB ക്യാൻസൽ ചെയ്തു. ഞാൻ അവിടെ എത്തുമ്പോൾ ക്യാൻസൽ. ഞങ്ങൾ വിജനമായ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ പോകേണ്ടത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലല്ലോ. തള്ളിയായിരുന്നോ? അത് ആണോ? കുറയ്ക്കണ്ടേ ഞാനായിട്ട് തള്ളല്. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്? അതെ, വിജനമായ വഴിയാണ്. ഈ ബോർഡിന്റെ ഫോട്ടോ എടുത്തോടെ പോണേ. നിങ്ങളെ മുഖം കറക്റ്റ് കെട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങളിപ്പോൾ കണ്ടതാണ് ആ വിജനമായ വഴി. ഇത് എവിടെ പോയി എത്തും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ ബ്ലൂബെറിയുടെ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ബിൽഡിങ്സ് മാത്രം കാണുന്ന ഒരു സ്ഥലമാണിത്. ഇത് ദിയ. ഇത് വേണ്ട കേട്ടോ, വെറുതെ. നിങ്ങളുടെ സംഭവം നല്ലൊരു കാട്ടിലാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഫോറസ്റ്റ് മൊത്തം ഗൈസ് ഇത്ര നേരം വീഡിയോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വിജനമായ റോഡിലൂടെ ഞങ്ങൾ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങോട്ടൊന്നും നല്ല ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈം ഇവിടെ വന്ന്. പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അല്ലേ? അല്ലേ? അതെ. നല്ല രസമുണ്ട്. ചൂടൊന്നുമില്ല, നല്ല തണലുണ്ട്. കുറേ മരങ്ങളുണ്ട്, നല്ല തണലുണ്ട്. നമ്മളൊരു ഫാമിലോട്ടാണ് പോകുന്നത്. ഫാമിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫാം ഫോട്ടോ എടുക്കണ്ടേ നമുക്ക്? വീഡിയോ എടുക്കണം. യൂട്യൂബിലെ ഫാൻസ് ആൻഡ് സബ്സ്ക്രൈബ്സ് 90 സബ്സ്ക്രൈബ്. അതെ, 100 ആയി കഴിഞ്ഞാൽ ദിയ ആൻഡ് പവിത്ര നമുക്കൊരു ചെലവ് ചെയ്യുന്നതായിരിക്കും. നമ്മള് 100 ആയി കഴിഞ്ഞാൽ വലിയ കേക്ക് ഒക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് സെറ്റ് ആക്കുന്നതായിരിക്കും. ഞാനല്ല, അവർ രണ്ടുപേരും. 100 രൂപീസിന്റെ ചെലവെന്ന് വെച്ചാൽ €1 എന്തെങ്കിലും വാങ്ങിച്ചു തരും. ഓക്കെ ഗൈസ്, ബൈ ബൈ ഗൈസ്, ബൈ. ഗൈസ്, നമ്മുടെ നാട്ടിൽ ഒരു ഉൾപ്രദേശത്തിലോട്ട് വന്ന പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാം. ഭയങ്കര ടൈമിംഗ് ആയിട്ട് ഇന്നും ഇട്ടവര് ചെറിയ പിക്കിങ് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ വീഡിയോ ഇതോട് കൂടി തീരുക.
അടുത്ത ചെറിയ പിക്കിംഗ് സീസണിൽ നമ്മൾ കുറച്ച് കഥ പറയാനുണ്ട്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ ഉണ്ടാക്കി ബ്രെഡും ന്യൂട്ടലിയും കഴിച്ച് 10 മണി തൊട്ട് 11 മണി വരെ മേക്കപ്പ് ചെയ്ത് 11 മണിക്ക് ഇറങ്ങി യു ബാഗ് കയറി എസ് ബാഗ് കയറി. എന്നിട്ട് ഞങ്ങൾ 2 മണിക്കൂർ ഈ ശവത്തിന് വേണ്ടി പോസ്റ്റായി. ഇതാണ്ട് ഇത് ഫുൾ അടച്ചിട്ടേക്ക്. ഇവിടെ കുറെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. നിങ്ങളൊക്കെ കാണിക്കണോ? ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എന്ത് തുറന്നു തരണ്ടേ? ഈ വർഷത്തെ സീസൺ തീർന്നിരിക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, എനർജറ്റിക് ആയിട്ട് അടുത്ത വർഷം ഞങ്ങൾ ഫസ്റ്റ് പോയി വീഡിയോ തിരിക്കും. യെസ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പാക്കറ്റ് സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്ന സങ്കടം ഞങ്ങൾ തീർക്കും. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കടയിൽ പോയി ഒരു സ്ട്രോബെറി വാങ്ങിച്ച് കഴിച്ച് ഞങ്ങളുടെ സങ്കടത്തിൽ പങ്കുചേരുക. അപ്പം ഞങ്ങൾ ഈ കാട്ടിനകത്തൊന്ന് വീട്ടിൽ പോട്ടെ. നിങ്ങൾക്കറിയാം, ഞങ്ങള് 11 മണിക്ക് ഇറങ്ങി. ഞങ്ങൾ ഇപ്പൊ സമയം 4:30. ഞങ്ങൾ ഇത്ര 4:30 ഞങ്ങൾ ചുമ്മാ ഒരു ഉടുപ്പും ഇനി കഴിയണം. എന്തൊരു പാടത്. അപ്പൊ ഈ വീഡിയോ സക്സസ്ഫുള്ളി ഞങ്ങൾ വേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അടുത്ത വർഷം ചെറിയ പിക്കിങ്ങിൽ കാണാം. അപ്പൊ ബൈ.